ഇവിടെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഉദ്യോഗസ്ഥരുള്ളത്. മൃതദേഹം ഈ തേയിലത്തോട്ടത്തിൽ തന്നെയുള്ള ഒരു ഷെഡിലാണ് കിടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം മാറ്റുക. ഇത് നേരത്തെ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ നിന്ന് 4 കിലോമീറ്റർ മാറി അട്ടമല പ്രദേശത്താണ്. ഹാരിസൺ മലയാളം കമ്പനിയുടെ സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിലെ അട്ടമല ഡിവിഷനിൽപ്പെട്ട സ്ഥലത്താണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഈ വാർഡ് മെമ്പർ സുകുമാരൻ എന്നോടൊപ്പമുണ്ട്. എപ്പോഴാണ് ഇത് അറിഞ്ഞത് നിങ്ങൾ? ഞങ്ങളിത് കാലത്ത് ഇദ്ദേഹം വിളിച്ചു പറയുമ്പോഴാണ് അറിയുന്നത്. ബാലകൃഷ്ണൻ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ബാലകൃഷ്ണൻ ഇവിടുത്തെ സ്റ്റേറ്റിലെ ഞാനാണ് ഫസ്റ്റ് വിവരം അറിഞ്ഞത്. ഞാൻ അറിയുമ്പോൾ പറഞ്ഞാൽ ഇന്നലെ 8 മണിക്ക് അവിടുന്ന് ചൂരമലയിൽ നിന്ന് വന്ന ആളാണ്. പക്ഷെ അവർ ഇവിടെ ഒറ്റയ്ക്ക് പെട്ടുപോയി. ബാക്കി 2 പേര് താഴത്തെ റൂട്ടിനെ പോയത്. ഇതിലൊരു ഷോർട്ട് കട്ട് ആയതുകൊണ്ട് അവർ ഈ വഴി പോയതാണ്. രാവിലെ ഞങ്ങൾ കാലത്ത് പണിക്ക് വിളിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരാളെ കാണില്ല. ഞങ്ങൾ അപ്പോൾ ഇവരടുത്ത് ഒന്നും പറഞ്ഞില്ല. അവർ എപ്പോഴും സാധാരണ ഇങ്ങനെ മാറി എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് വരലാണ്. അപ്പോൾ ഇവരെ ചെറിയ ചക്കി അവിടെ നിന്ന് ആ റോട്ടിനെ വന്നിട്ട് വരുമ്പോഴാണ് ഇത് കാണുന്നത്. ഇവിടെ തന്നെ കിടന്നത്. അവരാണ് ഫസ്റ്റ് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഇപ്പം താമസിക്കുന്ന ഈ കോട്ടേഴ്സ് എന്ന് പറയുന്നത് കോട്ടേഴ്സ് ഇതാ ഈ പാടി തൊട്ടടുത്ത് തന്നെയാണ്. പാടിയാണ്. പക്ഷേ ഈ പ്രളയത്തിൽ മൊത്തത്തിൽ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. എസ്റ്റേറ്റ് ലൈനിലാണ് താമസിപ്പിച്ചത്. പക്ഷേ ഇവരെ കാട്ടിൽ പോകേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട് കാട്ടിലെ വനവിഭവങ്ങളൊക്കെ ശേഖരിക്കാൻ കാട്ടിൽ പോകേണ്ടതുകൊണ്ട് ഇവർ നേരെ അവരെ കോളനിയിൽ തന്നെ പോയി താമസിക്കും. എന്നിട്ട് അച്ഛനമ്മേൻ്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വരലാണ് ചെയ്യൽ. അങ്ങനെ വന്നിട്ട് ഇന്നലെ പോണ വഴിക്കാണ് ഈ അപകടം സംഭവിച്ചത്. എൻ്റെ പേര് ബാലകൃഷ്ണൻ.